വെൽക്കം ടു കിഡ്സ് മലയാളം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുട്ടികൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പരീക്ഷകൾക്കും ക്വിസ് മത്സരങ്ങൾക്കുമെല്ലാം ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ക്വിസാണ്. എല്ലാവരും മുഴുവനായിട്ടും കാണുക. ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിച്ചിട്ടില്ലാത്തവർക്ക് സാക്ഷരതാ മിഷൻ ആരംഭിച്ച സർട്ടിഫിക്കറ്റ് കോഴ്സ് ഏതാണ്? പച്ച മലയാളം. ഇന്ത്യയിൽ ആദ്യമായി ബിരുദ കോഴ്സുകളിലെ പ്രവേശനത്തിന് സ്പോർട്സ് ക്വാട്ട ഏർപ്പെടുത്താനൊരുങ്ങുന്ന IIT ഏതാണ്? മദ്രാസ് IIT. റോഡ് സുരക്ഷയ്ക്കായി സഡക് സുരക്ഷാ സേന രൂപീകരിക്കുന്ന സംസ്ഥാനം ഏതാണ്? പഞ്ചാബ്. 2024 കർണാടകയുടെ സാംസ്കാരിക നേതാവായി പ്രഖ്യാപിക്കപ്പെട്ട സാംസ്കാരിക നായകൻ ആരാണ്? ബസവണ്ണ. വിഴിഞ്ഞം തുറമുഖത്ത് പ്രത്യേക വികസന മേഖലകൾ സൃഷ്ടിക്കുന്നത് ഏത് രാജ്യത്തിന്റെ മാതൃക അടിസ്ഥാനമാക്കിയിട്ടാണ്? ചൈന. എൽ സാൽവദോറിൽ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? നയീബ് ബുക്കേലേഖ. ഓസ്ട്രേലിയയിലെ വർണ്ണവിവേചന സമിതിയുടെ അധ്യക്ഷനായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ്? ഗിരിധരൻ ശിവരാമൻ. ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് റതു ബഹ്റി. ശരീരത്തിൽ സംഭവിക്കുന്ന മുറിവുകൾ വേഗത്തിൽ ഉണങ്ങാൻ സഹായിക്കുന്ന ഉപകരണം വികസിപ്പിച്ച സ്ഥാപനം ഏതാണ്? ഡൽഹി എയിംസ്. 2024 ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയ്ക്ക് വേദിയായ നഗരം ഏതാണ്? ന്യൂഡൽഹി. ഫ്രാൻസിന്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഷെവലിയർ ബഹുമതി ലഭിച്ച തിരുവിതാംകൂർ കുടുംബാംഗം ആരാണ്? പൂയം തിരുനാൾ ഗൗരി പാർവതി ബായി. 2024 മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവം വേദി? കനകക്കുന്ന്, തിരുവനന്തപുരം. കേരളത്തിലെ കടലോര ഗ്രാമങ്ങളിലെ ഹാർബറുകളിൽ നിന്നും ശേഖരിക്കുന്ന മത്സ്യം ഓൺലൈൻ വഴി ലഭ്യമാക്കാൻ വേണ്ടി മത്സ്യഫെഡ് ആരംഭിക്കുന്ന ആപ്പ്? മത്സ്യഫെഡ് ഫ്രഷ് മീൻ. സംസ്ഥാനത്തെ ആശാവർക്കർമാരുടെ പുതിയ ഓണറേറിയം 7,000 രൂപ. 2024 ഫെബ്രുവരിയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ചിലിയുടെ മുൻ പ്രസിഡന്റ് ആരാണ്? സെബാസ്റ്റ്യൻ പിനേറ. വിവാഹിതരായ സ്ത്രീകൾക്ക് പ്രതിമാസം 1,000 രൂപ ധനസഹായം നൽകുന്ന മഹദാരി വന്ദൻ യോജന പദ്ധതി ആരംഭിച്ചത്? ഛത്തീസ്ഗഡ്. ചൗരി ചൗരാ ദിനം എന്നാണ്? ഫെബ്രുവരി 5. 1922 ഫെബ്രുവരി 5-നാണ് ചൗരി ചൗരാ സംഭവം നടന്നത്. 2024 നടക്കുന്ന ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ പ്രമേയം എന്താണ്? സാഹിത്യം, സംസ്കാരം, പുരോഗതി. ബഹുഭാഷാ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആപ്ലിക്കേഷൻ ഏതാണ്? അനുവാദനി. 2024 സൂരജ് കുണ്ട് മേള നടന്ന സംസ്ഥാനം ഏതാണ്? ഹരിയാന. ഓസ്ട്രേലിയൻ സെനറ്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വംശജൻ ആരാണ്? വരുൺ ഘോഷ്.
മലയാള സാഹിത്യകാരൻ പ്രഭാവർമ്മയുടെ പുതിയ നോവൽ ഏതാണ്? കാലപാശം ഒരു നോവൽ. കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി ഏർപ്പെടുത്തിയ കുടുംബസുരക്ഷ 2023 പദ്ധതി പൂർത്തീകരിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ്? വയനാട്. ജലത്തിനടിയിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന ആണവശേഷിയുള്ള ഡ്രോൺ വികസിപ്പിച്ചെടുത്ത രാജ്യം ഏതാണ്? ഉത്തര കൊറിയ. കേരള സാംസ്കാരിക വകുപ്പ് 14ാമത് അന്താരാഷ്ട്ര നാടകോത്സവം ഇറ്റ്ഫോക് 2024 വേദിയാകുന്നത് എവിടെ? തൃശൂർ. ആരുടെ കവിതയിലെ വരികൾ ചൊല്ലിയാണ് ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റ് പ്രസംഗം അവസാനിപ്പിച്ചത്? വള്ളത്തോൾ നാരായണ മേനോന്റെ കവിത ചൊല്ലിയാണ് അവസാനിപ്പിച്ചത്. അത് ഇതായിരുന്നു: ഭാരതമെന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്നു കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. ഈ കവിത ചൊല്ലിയാണ് മന്ത്രി ബജറ്റ് പ്രസംഗം അവസാനിപ്പിച്ചത്. കേരള ബജറ്റ് 2024 അവതരിപ്പിച്ച ധനമന്ത്രി ആരാണ്? KN ബാലഗോപാൽ. 2024 കടമ്മനിട്ട രാമകൃഷ്ണ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ കടമ്മനിട്ട പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? റഫീഖ് അഹമ്മദ്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച KN ദേശം പ്രശസ്തനായ മേഖല ഏതാണ്? സാഹിത്യം. പാഴ്സൽ ഭക്ഷണത്തിന്റെ കവറിനു പുറത്ത് ലേബൽ പതിക്കണമെന്ന നിയമം പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധന ഏതാണ്? ഓപ്പറേഷൻ ലേബൽ. 2024 ലോക ഗവൺമെന്റ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാണ്? ദുബായ്. 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് വേദികൾ ഏതൊക്കെയാണ്? ലഡാക്ക്, ഗുൽമാർഗ്. ഭാഗ്യചിഹ്നം ഷീൻ ഈഷി, അതായത് ഹിമപുലി. 2024-25 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റിന്റെ കവർ പേജ് തയ്യാറാക്കിയത് ആരാണ്? രമ്യ സന്ദീപ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിനെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള സമിതി അധ്യക്ഷൻ ആരാണ്? രാംനാഥ് കോവിന്ദ്, മുൻ രാഷ്ട്രപതി. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്, മണ്ഡല പുനർനിർണയം നടപടി എന്നിവയ്ക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. കുറഞ്ഞ ചെലവിൽ ഫലപ്രദമായ വന്ധ്യതാ ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ജനനി. എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. തുടർന്നും വീഡിയോസ് കാണുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.